friends, welcome back to Zain Infotech Media channel. ഇന്ന് നമ്മുടെ ചാനൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് നമ്മൾ രണ്ട് വീഡിയോ ആയിട്ട് ഓൺ ഗേറ്റിന്റെ പാനൽ ഫിറ്റിങ്ങും അതായത് മെഷീൻ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് 5 kV യുടെ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഒരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഓൺ ഗേറ്റിന്റെ മെഷീൻ അതായത് 5 kV യുടെ മെഷീൻ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ബോക്സ് ചെയ്തു വരുന്നത്, അതിൽ എന്തെല്ലാം ഐറ്റംസ് ആണ് നമ്മൾ ഉണ്ടാവുക, അതെങ്ങനെയാണ് നമ്മൾ വാൾ മൗണ്ട് ആയിട്ട് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ 2 വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയും നമുക്ക് സോളാറുമായി ബന്ധപ്പെട്ട് സോളാറിനെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം നമ്മൾ ഉപകാരപ്രദമായ വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സോഫാറിൻ്റെ 5 kV ഇൻവെർട്ടർ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിങ് കാണാൻ പറ്റും. പാക്കിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 2 സൈഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ലീഫ്ലെറ്റ് ഉണ്ട്, നമുക്കതിൻ്റെ ഇൻസ്ട്രക്ഷന്. പിന്നെ നമുക്കിതിൽ അതിൻ്റെ പിടിപ്പിക്കാനായിട്ടുള്ള ക്ലാമ്പാണ്, ഇതതിൻ്റെ ഇൻസ്ട്രക്ഷനാണ്, ഇൻസ്ട്രക്ഷൻ മാനുവലാണ് ഇതിൽ കിട്ടുന്നത്. സോഫാറിൻ്റെ ഈ ടെക്നോളജി ഏത് രീതിയിലാണ് നമുക്ക് പ്രവർത്തിച്ചിട്ടുള്ളത്, ഏതൊക്കെയാണ് സ്പെസിഫിക്കേഷൻ ഉള്ളത്, ഇതാണ് മൗണ്ട് ചെയ്യാനുള്ള ക്ലാമ്പാണ് ഇതിലുള്ളത്. നെക്സ്റ്റ് നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സോഫാറിൻ്റെ 5 kW ഇൻവേർട്ടറാണ്. ഇത് മോൾ ഭാഗത്താണ് കാണുന്നത്, നമുക്ക് അടുത്തോട്ട് പോയത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നതിൽ സോഫാർ ഇൻവേർട്ടർ. ഇതാണ് സോഫാറിൻ്റെ ലോഗോ ആണ്. സോഫാർ നമ്മുടെ നല്ലൊരു അടിപൊളി ലോഗോ ഒക്കെ ഉണ്ട് അതിന്. ആ ലോഗോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഡിസ്പ്ലേ കാണാൻ പറ്റും. ഡിസ്പ്ലേ കഴിഞ്ഞ് ഇത് നമുക്കൊരു കണക്ടറുകൾ കാണാൻ പറ്റും. ഇതിൽ നമ്മുടെ MC4 എന്ന് പറഞ്ഞ കണക്ടർ ഉണ്ട്. ഇത് നമ്മൾ USB വെക്കാൻ പറ്റുന്ന വൈഫൈയുടെ കാർഡ്, ഇതിൻ്റെ ആക്സസറീസ് എല്ലാം ഇതിൽ നമുക്ക് കാണാൻ പറ്റും. FC4 കണക്ടർ, അതിൽ കണക്ട് ചെയ്യാനുള്ള ഇൻസുലേറ്റർ, നമ്മുടെ ഫിഷർ, ഗ്രിപ്പ്, സ്ക്രൂ എല്ലാം ഉണ്ട് അതിൽ. അടുത്തതായിട്ട് ഇതിൽ AC ഔട്ട് ഗ്രിപ്പ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. അടുത്തതായിട്ട് ഇതിൽ നമുക്ക് വൈഫൈയുടെ ഒരു മൊഡ്യൂളുണ്ട്. വൈഫൈ നമ്മുടെ ഇതിൻ്റെ വൈഫൈ കാർഡ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട് അതിൽ. ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പോർട്ടബിൾ വൈഫൈ. നമ്മളിതിൻ്റെ അടിയിലായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഹോൾഡ് ചെയ്താലാണ് നമ്മുടെ മൊബൈലിലോട്ട് ഇതിലുള്ള റിമോട്ട് കൺട്രോൾ ആപ്പ് വർക്കൗട്ട് ആവുന്നത്. അതായത് ഇതിനെ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലായിട്ട് ഹീറ്റ് സിങ്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ സോഫാറിൻ്റെ ഇൻവേർട്ടർ. വെക്കുന്ന സമയത്ത് മൗണ്ടിങ്ങിനായിട്ട് നമ്മൾ 6 സ്ക്രൂ ഹോളിൽ വെച്ചിട്ട് നമ്മൾ ആ ബോക്സിൽ കണ്ടിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ ഇതിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് മെഷീൻ ഇതിലിട്ട് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളതാണ്. ഈ 2 ലെഗിലാണ് നമ്മൾ മെഷീൻ ഫിക്സ് ചെയ്യാൻ പോണത്. അത് കഴിഞ്ഞ് ഇതിൽ നമുക്കൊരു എർത്തിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സ്ക്രൂ ഇടാനുള്ള പ്രൊവിഷന് തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മെഷീൻ ബോഡി എർത്തിന് വേണ്ടിയിട്ടും നെക്സ്റ്റ് അതിൻ്റെ ഒരു ഫിക്സിങ്ങിൻ്റെ ഹോൾഡിങ്ങിന് വേണ്ടിയിട്ടുമാണ്. ഈ സൈഡും അതേപോലെ നമുക്കൊരു ഹോളുണ്ട്. ടോട്ടൽ നമ്മൾ 1.5 ഇഞ്ചിൻ്റെ സ്റ്റീൽ സ്ക്രൂവിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ മെഷീൻ ഇതിലേക്ക് ഹോൾഡ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഈ ഹോൾഡ് അതിലുണ്ട്, ആ ഹോൾഡിലേക്കാണത് ഫൗണ്ടേഷൻ വെച്ച് 2 സൈഡ് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഷീൻ ഹോൾഡിങ് ആയി. ഓക്കെ, ഞാൻ നമ്മൾ ഫൗണ്ടേഷനിൽ ഉറപ്പിച്ച് കഴിഞ്ഞു. മെഷീന് 5 kV ആണ് നമ്മുടെ മെഷീൻ ഉള്ളത്. അതിന് AC DB ആണ് നമ്മുടെ മെഷീൻ സോഫാറിൻ്റെ. നെക്സ്റ്റ് അതിൻ്റെ AC DB, അതിൻ്റെ ചാനൽ.